അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാലേ ഇനിയെങ്കിലും ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഉടുതുണി ഇല്ലാതാവും. അതുകൊണ്ട് ഇപ്പോഴേ എടുത്തു വെക്കാമെന്ന് വെച്ചു. ഡെലിവറിക്കൊക്കെ ടൈമായി വരുന്നു. സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ ഫസ്റ്റ് ഡെലിവറിയേക്കാളും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെലിവറിയിൽ പാക്ക് ചെയ്ത് അത്രയും ഹോസ്പിറ്റൽ ബാഗിൽ സാധനങ്ങളുണ്ടാവില്ല. അപ്പം എൻ്റെ സെക്കൻഡ് ഡെലിവറി ബാക്ക് പാക്കിങ്ങിനകത്ത് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതിൽ എനിക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട മാത്രം. പിന്നെ ഒരു കാര്യം മിസ്സിങ് ആണ്, ഡയപ്പർ. അത് പുറകാലെ വരുന്നതാണ്. പിന്നെ ബാക്കി നമ്മുടെ പ്ലേറ്റും സ്പൂണും ഗ്ലാസ്സും അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുള്ളതാണല്ലോ. അത് വേറെ ബാഗിലാണ്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഞാനെന്തിനാണ് ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് കവറിലാക്കി വെക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും. അത് എൻ്റെ ഒരു പഴയ ശീലമാണ്. അങ്ങനെ ചെയ്ത് ശീലിച്ചു പോയി. അപ്പോൾ അല്ലാതെ എടുത്ത് വെറുതെ ബാഗ് വെക്കാനൊരു മനസ്സില്ല. പിന്നെ കുഞ്ഞിൻ്റെ നമ്മൾ അത്രയും കെയറോടെ പിന്നെ അത്രയും നല്ലതായിട്ട് വാഷൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ നല്ലതായിട്ട് കഴുകിയ കവറിലൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുക. എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ആ കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അത് സൗണ്ട് അത്ര കുറവായതുകൊണ്ട് ഞാൻ വോയിസ് ഓവറും എടുത്തത്. ഇവിടെ കുഞ്ഞിനുള്ള ഡയപ്പർ കൂടെ മിസ്സിംഗ് ആണ്. അപ്പം അതുകൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡി.